നമസ്കാരം. തമിഴ്നാട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു കോംബോ ഉണ്ടെങ്കിൽ അത് വിജയും തൃഷയുമാണ്. നായകനും നായികയുമായി ഇരുവരും എത്തിയിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ വലിയ വിജയമാണ്. ഇന്നും ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഇരുവരെയും ഒരുമിച്ച് കാണുമ്പോൾ വിജയ് ആരാധകർക്ക് വല്ലാത്ത ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ അടുത്തിടെ തന്നെ ഇവരെല്ലാവരും നടത്തിയ ടൂറൊക്കെ ഉണ്ട്. ന്യൂയോർക്കിലേക്കും ഒക്കെ ആയിട്ട് തൃഷ നടത്തിയ സോളോ ട്രിപ്പിലൊക്കെ വിജയ് വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഓഫ് സ്ക്രീനിൽ തന്നെ വിജയും തൃഷയും തമ്മിലുള്ള കെമിസ്ട്രി എല്ലാം വിജയ് ആരാധകർക്ക് ഭയങ്കരമായി സന്തോഷം നൽകുന്നതും രോമാഞ്ചം നൽകുന്നതുമാണ്. സ്റ്റോറിയൊക്കെ ഇടാറുണ്ട് വിജയ് ആരാധകർ. എന്തായാലും സിനിമയിലും അങ്ങനത്തെ രീതിയിലുള്ള കോമ്പിനേഷനാണ് ഇരുവരും ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഇരുവരും ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഗില്ലിയാണ് ഇരുവരും ചെയ്ത ആദ്യത്തെ സിനിമ. അത് ചിലർക്ക് വിശ്വസിക്കാൻ മടിയുണ്ടായിരിക്കും അല്ലേ? കാരണം ഗില്ലിക്ക് മുന്നേ തന്നെ എന്തോ ഒരു ആത്മബന്ധം ഇരുവരും തമ്മിലുള്ളതുപോലൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അത്രമാത്രം നമുക്ക് ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ. 2004 ഗില്ലി ആണ് ഇരുവരും ഒരുമിച്ച് ചെയ്ത ആദ്യത്തെ സിനിമ. ധരണിയാണ് സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമ വലിയ ഹിറ്റായി. ഗില്ലി അന്ന് ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല. അപ്പടിപ്പോടെന്ന പാട്ടാവട്ടെ, അർജുനൊരു വില്ലാവട്ടെ, ഇരുവരും ചേർന്ന് ഒരുമിച്ചുള്ള കോമ്പിനേഷൻ, അപ്പടിപ്പോളൊക്കെ ഡാൻസൊക്കെ ഇന്നും തരംഗമാണ്. അങ്ങനെ ഇരുവരും ഒരുമിച്ചെത്തിയ സ്ക്രീൻ ടൈം ഒക്കെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഈ സിനിമ റീ റിലീസ് ചെയ്തപ്പോൾ തമിഴ്നാട്ടിലുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല, വലിയ ഓളം. അങ്ങനെ ആ പടം വലിയ ഹിറ്റായി മാറി. കിടിലൻ പടമാണ്. എനിക്ക് ഇന്നും ഭയങ്കര ഇഷ്ടമാണ് ആ പടം. ഞാൻ വീണ്ടും കാണും. എന്തായാലും വിജയ് ആരാധകർക്ക് ഗില്ലിക്ക് മുമ്പ് ഗില്ലിക്ക് ശേഷം എന്നൊക്കെ രീതിയിൽ വരെ വിജയ് ആരാധകരെ കൊണ്ട് എത്തിച്ചൊരു സിനിമയും കൂടിയാണ് ഗില്ലി. അപ്പോൾ അങ്ങനെ ഹിറ്റായ പടം ആ കോമ്പിനേഷൻ ഒരു ഭാഗ്യ കോമ്പിനേഷനായി മാറി. കിടിലൻ ജോഡി എന്ന് പോലും വിളിപ്പേര് കിട്ടിയ ആ സിനിമയ്ക്ക് കൊള്ളാലോ ഈ ജോഡി, എന്നാൽ പിന്നെ നമുക്കങ്ങ് അടുത്ത സിനിമ ചെയ്താലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗില്ലിയുടെ ആ ഓളത്തിന് ശേഷം തിരുപ്പാച്ചി എന്ന സിനിമ 2005 വിജയും തൃഷയും കൂടി ചെയ്യുന്നത്. 2005 റിലീസ് ചെയ്ത തിരുപ്പാച്ചി സംവിധാനം ചെയ്തത് പേരരസാണ്. RB ചൗധരിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിലാണ്. ജീവയുടെ പിതാവാണ് RB ചൗധരി. ഓക്കെ, അപ്പോൾ എന്തായാലും ആ സിനിമയുടെ കോമ്പിനേഷനിൽ വന്നത് വിജയും തൃഷയുമാണ്. പക്ഷേ ഗില്ലി ഉണ്ടാക്കിയ ആ ഒരു ഓളം തിരുപ്പാച്ചി ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. തിരുപ്പാച്ചിക്ക് അത്ര അങ്ങോട്ട് ഹിറ്റാകാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാൽ പോലും അണ്ണനെയും അണ്ണിയെയും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷവും ആഘോഷവും വിജയ് ആരാധകർക്കുണ്ടായിരുന്നു. അങ്ങനെ തിരുപ്പാച്ചി കാണാൻ വിജയ് ആരാധകർ എത്തിയെങ്കിൽ പോലും സാധാരണ ന്യൂട്രൽ ഓഡിയൻസിന് അങ്ങോട്ട് ഈ സിനിമ വർക്കായില്ല എന്നത് വാസ്തവം കൂടിയാണ്. എന്തായാലും തിരുപ്പാച്ചി ഒരു ആവറേജ് രീതിയിൽ പോയതുകൊണ്ട് തന്നെ ശരി, എന്നാൽ പിന്നെ നമുക്ക് ഒരു പടവും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ 2006 തൊട്ടടുത്ത വർഷത്തിൽ വിജയും തൃഷയും കൂടി ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ആദി സംവിധാനം ചെയ്തത് രമണയാണ്. നിർമ്മിച്ചത് വിജയുടെ സ്വന്തം പിതാവായ SA ചന്ദ്രശേഖറാണ്. വിജയും തൃഷയും കൂടിയാണ് ഒരുമിച്ചെത്തിയത്. ഇതും ഒരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്കാണ്. ഗില്ലിയും ഒരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്കാണ്. മഹേഷ് ബാബുവിൻ്റെ പടത്തിൻ്റെ റീമേക്കാണ്. ഇതും ഒരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്കാണ്. നന്ദമുരി കല്യാൺ റാമിൻ്റെ പടമാണ് ഈ പടം. എന്തായാലും ആദ്യം വന്നിട്ട് ഇതങ്ങ് ഹിറ്റായില്ല, പടം വീണു. പക്ഷേ എന്നാലും ഭാഗ്യജോഡി അണ്ണൻ അണ്ണി വീണ്ടും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷം വിജയ് ആരാധകർക്കുണ്ടായിരുന്നു എന്നതും പറയാതിരിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് വിജയ് തൃഷ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇരുവരും കുറേ സിനിമകൾ ചെയ്തതുപോലെ നമുക്ക് തോന്നും. പക്ഷേ ചെയ്തത് ആകെ 5 പടങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എന്നാലും നമുക്കങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് ഇരുവരും ഉള്ളതെന്നും പറയാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ 4ാമത്തെ പടം ഇരുവരും ചെയ്തതാണ് കുരുവി. ഒരു കാർ റേസറൊക്കെ ആയിട്ടാണ് വിജയ് എത്തുന്നത്. കുരുവി 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 അടിച്ചാ എന്ന പാട്ടൊക്കെ ഭയങ്കര തരംഗമാണ്. ഇന്നും പല വിജയ് ആരാധകർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണിത്. കാർ റേസറായിട്ട് വന്നിട്ട് അവസാനം ബ്രേക്ക് കിട്ടാതെ വന്ന് ബ്രേക്കിൻ്റെ കേബിളൊക്കെ വലിച്ചു പൊട്ടിച്ചിരിക്കുന്ന അണ്ണൻ്റെ ആ ഒരു സീനൊക്കെ ഭയങ്കര രോമാഞ്ചമായിരുന്നു അന്തകാലത്ത്. ഇന്നത് ട്രോളുന്നുണ്ട്, അത് നമുക്ക് കണക്കാക്കണ്ട. എന്തായാലും ആ ഒരു സംഭവം, ആ പരിപാടി ഭയങ്കര രസകരമായിട്ട് വർക്കായതാണ്. പക്ഷേ കുരുവി അങ്ങോട്ട് വീണ്ടും ഒരു മിക്സഡ് അഭിപ്രായവും റെസ്പോൺസും ഒക്കെ വന്നു. പക്ഷേ അണ്ണനെയും അണ്ണിയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം വിജയ് ആരാധകർക്കുണ്ടായിരുന്നു. പിന്നീട് നീണ്ട ബ്രേക്ക് എടുത്തു. വേണ്ട, ഇന്ന് നമുക്ക് സിനിമ ഒന്നും ചെയ്യണ്ട, കാരണം ഗില്ലി ഉണ്ടാക്കിയ ഓളം അത് ആ ബെഞ്ച് മാർക്കായിട്ട് തന്നെ ഇരിക്കട്ടെ, അടുത്ത സിനിമകളൊന്നും വർക്കായില്ല, അപ്പോൾ നമുക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് 15 വർഷങ്ങൾക്ക് ശേഷം അണ്ണനും അണ്ണിയും ഒരുമിച്ച് വരുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. 2023 ലിയോ വരുന്നു. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ ബ്രിങ്ങിങ് ബാക്ക് വിജയ് ആൻഡ് തൃഷ കൂട്ടുകെട്ട് ഒരുമിച്ച്. ഇരുവരുടെയും കോമ്പിനേഷൻ രസകരമായിട്ട് തോന്നി. പ്രത്യേകിച്ചൊരു ബെഡ്റൂം സീനുണ്ട് ഇരുവരും തമ്മിലുള്ളത്. ഭയങ്കര ഇമോഷണൽ രംഗമാണ്, രസമാണ് ആ സീൻ. എല്ലാം കൊണ്ടും വിജയ് തൃഷ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായി. കൊള്ളാമായിരുന്നു. ലിയോയിലും അതിഗംഭീരമായി. എന്നാൽ ഇതാ ലിയോ കഴിഞ്ഞ പാടെ ഞാൻ പറഞ്ഞു 4 സിനിമകളാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതെന്നുള്ളത്. ഇപ്പോൾ തന്നെ 4 പടമായല്ലോ. പക്ഷേ കഴിയുന്നില്ല. അതായത് ഗില്ലിയായി, തിരുപ്പാച്ചിയായി, ആദ്യമായി കുരുവിയായി, ലിയോ 5 പടങ്ങളായല്ലോ.
അപ്പോൾ 5 പടങ്ങളല്ല, ഗോട്ടിൽ ഒരു ക്യാമിയോ അപ്പിയറൻസ്, അതായത് മട്ട പാട്ടിനകത്ത് തൃഷ വരുന്നുണ്ട്. തൃഷയും വിജയും കൂടെ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന രംഗമൊക്കെ ഉണ്ട്. അത് ഇന്നും ഭയങ്കര തരംഗമാണ്, സൂപ്പറാണ്, നല്ല ഡാൻസാണ്, കിടിലമാണ്. എങ്കടാ എന്ത് യെല്ലോ സാരി എന്ന് പറഞ്ഞ് അണ്ണൻ ചോദിച്ചുകൊണ്ടൊരു വരവുണ്ട്. അപ്പോഴാണ് അണ്ണിയുടെ എൻട്രി വരുന്നത്. എന്തായാലും അത് സൂപ്പറായിട്ട് വർക്കായി, തിയേറ്ററുകളിലും വർക്കായി, അല്ലാതെയും വർക്കായി. എന്നാൽ പോലും ഈ കോമ്പിനേഷൻ ഓൺ സ്ക്രീൻ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ 5 പടവും പിന്നെ ഈ ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണെങ്കിൽ പോലും ഓഫ് സ്ക്രീനിൽ നമ്മൾ വിജയ് തൃഷയെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇരുവരും ചേർന്ന് ഒരുമിച്ച് യാത്രകളും സ്റ്റോറികളും എല്ലാം സ്റ്റോറി ഇടുന്നത് തൃഷയാണ് കേട്ടോ. തൃഷ പല ആംഗിളിൽ സ്റ്റോറി ഇടും, ചിലത് വേറെ രീതിയിൽ സ്റ്റോറി ഇടും, ചിലത് വിജയെ മറച്ചുകൊണ്ട് സ്റ്റോറി ഇടും, ചിലത് വിജയ് വെച്ചുകൊണ്ട് സ്റ്റോറി ഇടും. പിന്നെ ചില CCTV ക്യാമറകളിലൊക്കെ വിജയും തൃഷയും കൂടി ഒരുമിച്ച് ന്യൂയോർക്ക് സിറ്റി കറങ്ങുന്നതായിട്ടുള്ള സ്റ്റിൽസൊക്കെ വന്നിരുന്നു. അങ്ങനെ പല കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പം അപ്പോഴും അണ്ണി ഓഫ് സ്ക്രീൻ കോമ്പിനേഷൻ എന്നതായിരുന്നു ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന വിജയ് ആരാധകരെ നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഇനി വരാൻ പോകുന്ന സിനിമയോ പ്രോജക്റ്റോ ഉണ്ടോ എന്നൊന്നും അറിയില്ല. കാരണം വിജയ് സിനിമയിൽ നിന്നും ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് വിജയ് തന്നെ അറിയിച്ച് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങിയിരിക്കുകയാണ്. അതിനിടയിൽ വിജയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നുമുണ്ട് എന്നതും പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ഭാര്യയായ സംഗീത ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു. വിജയ്ക്ക് ഏതോ ഒരു നായികയുമായി ഒരു ബന്ധമുണ്ട്, അത് വാർത്താമാധ്യമങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. ആ നായിക ആരാണ് എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. നായിക ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും അണ്ണനും അണ്ണിയും ഒരുമിച്ചൊരു കോമ്പിനേഷനിൽ വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നതിൻ്റെ സന്തോഷം വിജയ് ആരാധകരുടെ ഉള്ളിൽ ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷേ ഈ നായിക ആരാണ് എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. സംഗീത പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നത് ഈ 2021 ഏപ്രിലിൽ വെച്ചാണ് ഈ നായികയുമായിട്ടുള്ള ബന്ധം സംഗീതയ്ക്ക് മനസ്സിലാകുന്നത് എന്നാണ്. അന്ന് മാപ്പ് പറഞ്ഞിട്ടും ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു എന്നാണ് അന്ന് പറയുന്നത്. എന്തായാലും 15 വർഷങ്ങൾക്ക് ശേഷം 2023 വിജയും തൃഷയും കൂടി ഒരുമിച്ച് അതെന്തിനാ ഇപ്പോൾ പറയണേ അറിയില്ല, ചുമ്മാ പറഞ്ഞു പോയെന്നുള്ളൂ. 15 വർഷങ്ങൾക്ക് ശേഷമാണ് വിജയും തൃഷയും കൂടി ഒരുമിച്ച് ലിയോയിൽ അഭിനയിക്കുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഈ ബന്ധം തുടർന്നു എന്നാണ് സംഗീത പറയുന്നത്. പിന്നെ വാർത്താമാധ്യമങ്ങളിൽ കുറേ ഗോസിപ്പ് കോളങ്ങളിലൊക്കെ ഈ നായികയുമായിട്ട് പേര് വന്നിരിക്കുന്നു. അത് തനിക്കും തൻ്റെ മക്കൾക്കും മാനസികമായ സമ്മർദ്ദവും പ്രശ്നവും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് സംഗീത പറയുന്നത്. അതേസമയം വിജയുടെ ജീവിതം അപ്പോൾ വളരെ രസകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെ തന്നെ. കാരണം അണ്ണനെയും അണ്ണിയും ഒരുമിച്ച് പുറത്ത് കാണാനും ഓഫ് സ്ക്രീനിൽ കാണാനും ഒക്കെ കാണാൻ പറ്റി. പക്ഷേ ആ സൗഹൃദത്തെ വല്ലാത്ത മോശമായി പല മാധ്യമങ്ങളും ചിത്രീകരിച്ചു എന്ന് വേണം തന്നെ പറയാം. ഗോസിപ്പ് കോളങ്ങളിലൊക്കെ വിജയ് തൃഷയും തമ്മിൽ ബന്ധമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വന്നു. എന്തായാലും അതുമായിട്ട് ഇതിന് ബന്ധം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അല്ലേ, അതുമായിട്ട് ഇതിന് ബന്ധമൊന്നും കാണത്തില്ല. ഈ നായിക ആരാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു കാര്യമായിട്ട് നിൽക്കുന്നത്. എന്തായാലും വിജയ് തൃഷ കോമ്പിനേഷനിൽ ഇറങ്ങിയ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഏതൊക്കെ സിനിമകളാണെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.